ഇതുകൊണ്ടോ നമ്മൾ രണ്ടുപേരെ കയ്യോടെ പൊക്കാൻ പോവുകയാണ്. ഇതുകൊണ്ടോ ഇവരിയ്ക്കുന്നത് ഇവിടെ. ഇവരാണ് നമ്മുടെ ചെടിയുടെ ഇതെല്ലാം തിന്നുന്നതേ. ഇതുകൊണ്ട് നമുക്കിതിനിട്ട് ഇത്രയേ ഉള്ളൂ, ഒറ്റ ചവിട്ട് കൊടുക്കാം. അത് പുഴുവെല്ലാം വന്ന് തിന്നുന്നേ. ഞാൻ അതിൻ്റെ മുട്ട കിടക്കുന്ന അവിടെ കണ്ടപ്പം എനിക്ക് തോന്നി പുഴു തിന്നിട്ടുണ്ടായിരിക്കുന്നു. ഇതുണ്ടോ 3 ഇരിപ്പുണ്ട്. 2 പേരെ പിടികൂടി. 2 കൂടെ ഉണ്ട്. ഇനിയും ഇതെല്ലാം എടുത്ത് കളഞ്ഞില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ഈ ബ്രൊക്കോളി മൊത്തം തിന്ന് തീർക്കും. ഇതേ ബ്രൊക്കോളി എല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ട് എല്ലാത്തിനും ഫ്ലവർ വന്നു. അപ്പോഴാണ് പുഴു വന്നത്. ഞാൻ ഇന്നലെ വരെ നോക്കിയപ്പം കണ്ടില്ല. ഇതേ 2-3 ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാത്തിനും പിടിച്ച് കളയാൻ പോവുകയാണേ. എല്ലാം നമുക്ക് നോക്കണം കേട്ടോ, എന്നാലേ ഇവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോയെന്ന്. ഇതിൻ്റെയൊക്കെ ചെറിയ ഇതുണ്ടോ, അതിൻ്റെ പീപ്പ പോലെയുള്ള ഇതവിടെ ഇരിക്കുന്നതേ. നമ്മളിങ്ങനെ നോക്കുമ്പം ചെറിയ കറുത്ത ഇരിപ്പുണ്ടെങ്കിൽ അതിന് കഴിച്ചിട്ട് അത് കാഷ്ടിച്ചിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പുഴുവിനെ നമ്മൾ തപ്പി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പുഴുക്കൾ തിന്നിട്ട് പോകും. ഇതുകൊണ്ടോ ഇത്രയും പുഴുക്കളെ ഞാനിവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടോ നമ്മുടെ ഇലകൾ തിന്നുന്ന ഈ പച്ചില പുഴുവാണ് കേട്ടോ. നമ്മൾ ഇതിനെ എല്ലാത്തിനും പണ്ടൊക്കെയാണ് നമ്മൾ ചാരത്തിൽ കൊണ്ട് ഇടുമായിരുന്നു. ഇപ്പോൾ ഇതിനൊരു ചവിട്ട് വെച്ച് കൊടുത്തെങ്കിൽ അത് ചത്തു വെക്കോളും. ഇവിടെ ചാരമൊന്നും ഇല്ലല്ലോ, അല്ല നമ്മൾ ചൂട് ചാരത്തിലായിരുന്നു കൊണ്ടുണ്ടായിരുന്നിരിക്കുന്നത്. ഇതുകൊണ്ടോ ഇത്രയും പുഴുക്കളെ ഞാനിവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടോ നമ്മുടെ ഇലകൾ തിന്നുന്ന ഈ പച്ചില പുഴുവാണ് കേട്ടോ. നമ്മൾ ഇതിനെ എല്ലാത്തിനും പണ്ടൊക്കെയാണ് നമ്മൾ ചാരത്തിൽ കൊണ്ട് ഇടുമായിരുന്നു. ഇപ്പോൾ ഇതിനൊരു ചവിട്ട് വെച്ച് കൊടുത്തെങ്കിൽ അത് ചത്തു വെക്കോളും. ഇവിടെ ചാരമൊന്നും ഇല്ലല്ലോ, അല്ല നമ്മൾ ചൂട് ചാരത്തിലായിരുന്നു കൊണ്ടിടുന്നത്. ഇതുകൊണ്ടായിരുന്നിരിക്കുന്നത്. എല്ലാം നമുക്ക് നോക്കണം കേട്ടോ, എന്നാലേ ഇവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോയെന്ന്. ഇതിൻ്റെയൊക്കെ ചെറിയ ഇതുണ്ടോ, അതിൻ്റെ പീപ്പ പോലെയുള്ള ഇതവിടെ ഇരിക്കുന്നതേ. നമ്മളിങ്ങനെ നോക്കുമ്പം ചെറിയ കറുത്ത ഇരിപ്പുണ്ടെങ്കിൽ അതിന് കഴിച്ചിട്ട് അത് കാഷ്ടിച്ചിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പുഴുവിനെ നമ്മൾ തപ്പി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പുഴുക്കൾ തിന്നിട്ട് പോകും. ഇതുകൊണ്ടോ നമ്മൾ 2 പേരെ കയ്യോടെ പൊക്കാൻ പോവുകയാണ്. ഇതുകൊണ്ടോ ഇവരിയ്ക്കുന്നത് ഇവിടെ. ഇവരാണ് നമ്മുടെ ചെടിയുടെ ഇതെല്ലാം തിന്നുന്നതേ. ഇതുകൊണ്ട് നമുക്കിതിനിട്ട് ഇത്രയേ ഉള്ളൂ, ഒറ്റ ചവിട്ട് കൊടുക്കാം. അത് പുഴുവെല്ലാം വന്ന് തിന്നുന്നേ. ഞാൻ അതിൻ്റെ മുട്ട കിടക്കുന്ന അവിടെ കണ്ടപ്പം എനിക്ക് തോന്നി പുഴു തിന്നിട്ടുണ്ടായിരിക്കുന്നു. ഇതുണ്ടോ 3 ഇരിപ്പുണ്ട്. 2 പേരെ പിടികൂടി. 2 കൂടെ ഉണ്ട്. ഇനിയും ഇതെല്ലാം എടുത്ത് കളഞ്ഞില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ഈ ബ്രൊക്കോളി മൊത്തം തിന്ന് തീർക്കും. ഇതേ ബ്രൊക്കോളി എല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ട് എല്ലാത്തിനും ഫ്ലവർ വന്നു. അപ്പോഴാണ് പുഴു വന്നത്. ഞാൻ ഇന്നലെ വരെ നോക്കിയപ്പം കണ്ടില്ല. ഇതേ 2-3 ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാത്തിനും പിടിച്ച് കളയാൻ പോവുകയാണേ. ഇതിപ്പോൾ ഈ നാരകത്തിൽ എന്നാ പറ്റിയതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇതുകൊണ്ടോ ഈ നാരകത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് ഇത് എന്തോ ഒരു അസുഖമാണെന്ന് മനസ്സിലായില്ല, എന്തോ ഒരു ജന്തുവാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നതാണ് അതിന് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാനിപ്പം ഇതൊന്ന് പറിച്ച് കളഞ്ഞിട്ട് ഇതിങ്ങനെ തോണ്ടിയാൽ ഇതെല്ലാം പോകുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ തോണ്ടുമ്പോൾ അങ്ങ് പോകുന്നുണ്ടേ. എന്നിട്ട് ഇതിൽ ഇച്ചിരി നീം ട്രീ ഓയിൽ ഒഴിച്ച് കൊടുക്കാമെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇതുകൊണ്ടോ ഇതാ ഞാൻ പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞത്. എന്തെങ്കിലും സൊല്യൂഷൻ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. ഞാനിപ്പം ഇത് നീം ട്രീ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നുണ്ടോ. ഇതുകൊണ്ടോ ഇതാ ഞാൻ പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞത്. എന്തെങ്കിലും സൊല്യൂഷൻ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. ഞാനിപ്പം ഇത് നീം ട്രീ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നുണ്ടോ. ഇതുണ്ട്, ഇതാണ് അതിൻ്റെ ഈ ഇലകളുടെ പുറകിലിരുന്ന സാധനമാണിത്. അപ്പം ഇതായിരുന്നു ഇതിൻ്റെ നാരകത്തേലുണ്ട്. ഇതിൻ്റെ പ്യൂപ്പയോ അല്ലെങ്കിൽ ഇതിൻ്റെ മുട്ടയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ. അപ്പം ഇതിനെ നമുക്ക് പിടിച്ച് കളഞ്ഞിട്ട് ഇതിനെന്തെങ്കിലും പ്രതിവിധികൾ കണ്ടുപിടിക്കണം. ഇതിപ്പോൾ ഒരാൾ പറഞ്ഞു തന്ന ഒരു കീടനാശിനിയാണ്. പച്ചമുളകും, അതായത് കാന്താരി മുളകും
വെളുത്തുള്ളിയും കൂടെ അരച്ച് സ്പ്രേ ചെയ്തെങ്കിൽ ഇച്ചിരി സോപ്പ് വെള്ളത്തിലിട്ട് സ്പ്രേ ചെയ്ത് നല്ലതാണ്. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. എനിക്ക് കാന്താരി മുളക് ഉണക്ക കാന്താരിയേ ഉള്ളൂ, കുഴപ്പമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലൂടെ ഇടുമ്പോഴേ അത് അടഞ്ഞു പോകും. നമുക്കിത് ഈ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് നിറയ്ക്കാം. 1 ലിറ്റർ കൊള്ളുന്ന സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. ഞാൻ 1 ലിറ്റർ വെള്ളത്തിലാക്കാമെന്നാണ് ഓർക്കുന്നത്. ഒരുപാട് കോൺസെൻട്രേറ്റ് ഒടിച്ച് കഴിഞ്ഞാൽ അതിന് വല്ലതും പറ്റിയാലോ നോക്കട്ടെ. ഞാനതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഡിഷ് വാഷിംഗ് ലിക്വിഡാണെങ്കിൽ കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡും കൂടെ ഒഴിച്ച് കൊടുക്കാമെന്ന് ഓർത്തു. അത് എനിക്ക് തോന്നുന്നു ഒരു 2 സ്പൂൺ ഡിഷ് വാഷിംഗ് ലിക്വിഡൊക്കെ കാണും. ഞാൻ ഈ ഇലയിലുണ്ടായിരുന്ന എല്ലാം ഞാൻ കൈകൊണ്ട് ഇതുപോലെ എടുത്ത് കളഞ്ഞു കേട്ടോ. കൈകൊണ്ട് എല്ലാം എടുത്ത് കളഞ്ഞ് എല്ലാം ഇതുപോലെ എടുത്ത് കളഞ്ഞിട്ട് കണ്ടോ. ഇപ്പം നല്ല വൃത്തിയായി. എല്ലാത്തേലും ഇതുപോലെ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. നാരങ്ങയിലേതും കുറേ ഞാൻ ഇങ്ങനെ മാന്തി കളഞ്ഞു കേട്ടോ. ഇങ്ങനെ തൂത്ത് കളഞ്ഞ് ഇതെല്ലാം പോയി, കുറേ പോയിട്ടുണ്ട്. കുറച്ചും കൂടെ പോകാനുണ്ടെന്നുള്ളൂ, കുറച്ചും കൂടെ എടുത്ത് കളയാനുണ്ടെന്ന്. കുറച്ചും കൂടെ എടുത്ത് കളഞ്ഞിട്ട് ഞാനിപ്പം നമ്മുടെ ആ സൊല്യൂഷൻ അങ്ങ് ഒഴിച്ച് കൊടുക്കാമെന്ന് ഓർത്തു. നമുക്കിതിൽ കുറച്ചങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മിച്ചം വരുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇനി ഇത് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ മൊത്തം എല്ലാ ചെടിയിലും എല്ലാ ഇലയിലും ഒഴിച്ചു കൊടുത്തു. ചെറിയൊരു നാരകമായതുകൊണ്ട് വലിയ ഒത്തിരി ഒന്നും ഒഴിക്കാനില്ലല്ലോ. എല്ലാ ഇലയുടെയും അടിയിലും എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.